എൻ്റെ കൈയും എൻ്റെ മുഖത്തിൻ്റെയും കൂടി ഇത് കണ്ടോ. എൻ്റെ കൈക്കായിരുന്നു ശരിക്കും നിറം ഉണ്ടായിരുന്നത്. ഇപ്പം ദേ കൈയുടെയും മുഖത്തിൻ്റെയും കൂടി കളർ നോക്കില്ല. നാച്ചുറൽ ലൈറ്റ് തന്നെയാണ്. പിന്നെ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഫൗണ്ടേഷനോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഒരു വൈറൽ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത്. ഞാൻ കുറേ വൈറൽ ഫേസ് പാക്സ് വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫേസ് പാക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്കും എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത്. യൂട്യൂബിൽ 40 ലക്ഷം വ്യൂസ് ആയിരുന്നു കേട്ടോ ഈ ഫേസ് പാക്കിന് ഉണ്ടായിരുന്നത്. ഈ ഫേസ് പാക്കിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഫേസ് പാക്ക് ഇട്ട് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുമെന്ന് തന്നെ എനിക്കറിയാം. പക്ഷേ ഈ ഒരു ഫേസ് പാക്കിന് ചെറിയൊരു മാറ്റം കൂടി ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിൽ ഞാൻ ഇതുവരെയായിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം റിസൾട്ട് കിട്ടുമെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യണത് കേട്ടോ. പിന്നെ വേറെ കാര്യമുള്ളത്, ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ടാനിങ് മാറും, അതേപോലെ നല്ലോണം ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കിട്ടുമെന്നാണ് ആ വീഡിയോയിലുള്ളത്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും വേണ്ടത് ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ട് മകം തൊഴാൻ പോയിട്ട് സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നതാണ്, ടാനൊക്കെ ആയിട്ടിരിക്കുന്നതാണ്. പിന്നെ അത് എനിക്കിവിടെ ഒരു ചെറിയ പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ ടാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ടാനൊക്കെ മാറുമെന്ന് അറിയണം. എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ടാനിങ് ഒന്ന് മാറാനാണ്. അപ്പോൾ നിങ്ങൾ മുഖമൊക്കെ ഒന്ന് കണ്ടുവെച്ചോളൂ, എത്രത്തോളം റിസൾട്ട് കിട്ടേണ്ടതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പുറത്ത് നിന്നാണ് ട്രൈ ചെയ്യാറ്. ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് വീടിൻ്റെ അകത്ത് നിന്നാണ് കേട്ടോ ട്രൈ ചെയ്യണേ. അപ്പോൾ എത്രമാത്രം ലൈറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ വേറൊരു ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ജസ്റ്റ് റൂമിൻ്റെ വെളിച്ചം മാത്രമുണ്ട്. അതായത് റൂമിൽ ഒരു ചെറിയൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ആ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ജനലയുടെ അടുത്ത് നിന്നാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി അകലേക്ക് നിന്ന് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പം തന്നെ വലിയ ക്ലാരിറ്റി ഇല്ലയെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ഈ നാച്ചുറൽ ലൈറ്റിൽ എന്തോരം റിസൾട്ട് കിട്ടുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ എപ്പോഴും പുറത്തായതുകൊണ്ടാണ് ഞാനൊന്ന് വെറൈറ്റിക്ക് ഇവിടെ നിന്നത്. അപ്പോൾ ഇവിടെ നിന്നാലും നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എന്തോരം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന്. നല്ലോണം തന്നെ അറിയാൻ പറ്റൂട്ടോ എന്തോരം റിസൾട്ട് കിട്ടുന്നുണ്ടെന്നും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ആദ്യം നമുക്ക് നോക്കാം കേട്ടോ. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറാണ് കേട്ടോ. ഞാൻ ഒരു 1/2 ഗ്ലാസ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ചോറ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് പാലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം മുങ്ങിക്കിടക്കണം ചോറ്, അത്രയും പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, ഇത്രയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തതാണ്. പിന്നെ നമുക്ക് ഒരു അരമുറി ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ നാരങ്ങയുടെ നീരില്ലെങ്കിലും കുഴപ്പമില്ല, അലർജി ഉള്ളവർ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഇതേപോലെ അരച്ചെടുക്കുക. ഇനി അടുത്തതാണ് മെയിനായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എനിക്ക് ഈ സ്റ്റെപ്പാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതായത് നമ്മൾ ഈ അരച്ചെടുത്തത് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചൂടാവും. നിങ്ങൾ ഇത് ചൂടാക്കാൻ വെച്ചിട്ട് എങ്ങും പോവരുത്, നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും കണ്ടില്ലേ, ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ചെറുതായിട്ടോ ഇങ്ങനെ കട്ടയായി തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ കട്ടയായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതായത് ഒരു ക്രീമി കൺസിസ്റ്റൻസി ഒക്കെ ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കട്ടയാവാനും നിൽക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ പിന്നെയും കട്ടയായി പോകും. അപ്പോൾ നമുക്ക് മുഖത്തിടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നതാണ്, എന്നിട്ടും അടിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ ഇരിക്കുക. പിന്നെ ഇത് ചൂടാക്കിയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് മുഖത്തിടാം കേട്ടോ, അല്ലെങ്കിൽ മുഖം പൊള്ളിപ്പോവും. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മുഖത്തിടാം. ഇപ്പം ചെറിയ ചൂടുണ്ട്, നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര ചൂടായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ അപ്പം തന്നെ മുഖത്തൊന്നും ഇടരുത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ചോറും പാലൊക്കെയാണല്ലോ. ഇത് ശരിക്കും ഒരു കൊറിയൻ ഫേസ് പാക്കാണിത്. ഞാൻ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. പല ഫേസ് പാക്ക് ഞാനിങ്ങനെ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വൈറൽ ഫേസ് പാക്സ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്തപ്പോഴൊക്കെ ഇങ്ങനെ ചൂടാക്കിയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പാലും ചോറും കൂടി ഇങ്ങനെ ചൂടാക്കി ഇടുന്നത് ഇത് ആദ്യമായിട്ടാണ്. എനിക്കിത് ഇട്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ നല്ല മാറ്റം വരും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നല്ല ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് വരും,
ടാനിങ് ഒക്കെ മാറുന്നത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ അത് മുഖത്ത് നമ്മൾ ഇടുമ്പോൾ നല്ലോണം തന്നെ ഫേസ് വാഷ് ചെയ്യണം കേട്ടോ. മുഖം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. അതെന്ത് പാക്കാണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് പാക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഒന്നിലേക്ക് കഴുത്തിലൊക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഫേസ് പാക്സ് ഇതൊക്കെ ഇടുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ചെറിയ ചൂടോടെ കണ്ടോ ഞാൻ ഇട്ടത്. ഗൈസ് നല്ല രസമില്ലേ? നല്ല സ്ലൈമി കൺസിസ്റ്റൻസി ഉണ്ടോ. നമ്മൾ ശരിക്കും ഈ കൊറിയൻ സ്കിൻ കെയർ ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ നമ്മുടെ സ്നെയിൽ മ്യൂസിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഭയങ്കര സ്ലൈമി കൺസിസ്റ്റൻസി കേട്ടോ. ഇതങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഉണങ്ങത്തൊന്നുമില്ല. നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും കളയാവുന്നതാണ്. 20 അല്ലെങ്കിൽ അരമണിക്കൂർ. ഞാനൊരു 20 അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി കാണാം. അപ്പോൾ ഗൈസ്, ഫേസ് പാക്ക് ഇട്ടിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് അരമണിക്കൂറായിട്ടുണ്ട്. എൻ്റെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുഖത്ത് നമ്മൾ കുറച്ച് കട്ടിയിലിട്ടുകൊണ്ട് ഇങ്ങനെ ഉണങ്ങാൻ കുറച്ച് പാടാണ്, എന്നാലും ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ആ സ്ലൈമി കൺസിസ്റ്റൻസി മാറിയിട്ട് ഇപ്പോൾ സ്റ്റിക്കി ആയിട്ടുണ്ട്. നമുക്കിനി മുഖം കഴുകാം കേട്ടോ. കയ്യിൽ വരുന്നു. മുഖം കഴുകുക. ഒരു തുണിയും കൊണ്ടാണ് കഴുകി കളയുന്നത്. ഇത് മുഖത്തുനിന്ന് പോവാൻ കുറച്ച് പാടാണ് കേട്ടോ ഗൈസ്. ഞാനൊന്ന് മുഖം മൊത്തം ഒന്ന് കഴുകിയിട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആകും. വെള്ളം ഒഴിച്ച് കഴുകിയാലേ പെട്ടെന്ന് പോകുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഞാനൊന്ന് മുഖം കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ റിസൾട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ദേ വാഷ് ചെയ്തിട്ടുണ്ട്. മുടിയിലൊക്കെ ഇരിക്കുന്നു. ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ. നല്ല ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ വേറെ ഒരു ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നല്ലോണം ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഇതിന് മുഖത്ത് അപ്ലൈ ചെയ്യണതിന് മുന്നേയുള്ള ഫേസ് കുറച്ച് ഡള്ളായിട്ടാണ് ഇരുന്നത്. അപ്പം ഡൾനെസ്സൊക്കെ നല്ലോണം മാറണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ടാനിങ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കുറച്ച് മുന്നേ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു ടാനിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ടാനിങ് ഒക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. പിന്നെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മുഖം തൊടുമ്പോൾ തന്നെ നല്ല സുഖമുണ്ട്. നല്ല ഫേസ് പാക്കാണ് കേട്ടോ. നല്ല അടിപൊളി ഫേസ് പാക്കാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ് കേട്ടോ. എൻ്റെ കൈയും എൻ്റെ മുഖത്തിൻ്റെയും കൂടി ഇത് കണ്ടോ. എൻ്റെ കൈക്കായിരുന്നു ശരിക്കും നിറം ഉണ്ടായിരുന്നത്. ഇപ്പം കൈയുടെയും മുഖത്തിൻ്റെയും കൂടി കളർ നോക്കി നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇത് ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഉള്ള മുഖം നിങ്ങൾക്ക് അറിയാലോ, നല്ലോണം ഡള്ളായിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. നാച്ചുറൽ ലൈറ്റ് തന്നെയാണ്. പിന്നെ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഫൗണ്ടേഷനോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ മുഖം കഴുകി നേരെ വന്ന് നിൽക്കുന്നതാണ്. ലിപ്സ്റ്റിക്ക് എല്ലാ വീഡിയോസും ഞാൻ ഇടാറുള്ളതാണ്, അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട് എന്ന് പറയണത് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായി. നല്ല ഫേസ് പാക്കാണ്. പിന്നെ നിങ്ങൾക്ക് വല്ല ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നല്ലോണം മുഖം നല്ല വെളുത്തിട്ട് പോകാം ഗൈസ്, വെളുത്ത് പാറട്ടെ കേട്ടോ. അപ്പം നല്ല ഫേസ് പാക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ എന്തായാലും ഇനിയും ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.